2020 വേൾഡ് കപ്പ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പം ബംഗ്ലാദേശിൻ്റെ ബഹിഷ്കരണം ഏതാണ്ട് പാകിസ്ഥാൻ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്ത്യ എടുക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, ഈ ഹൈബ്രിഡ് മോഡൽ എന്നുള്ളത് ബംഗ്ലാദേശിനും ബാധകമാക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് പാകിസ്ഥാൻ്റെ പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പാകിസ്ഥാനും പിന്മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ പോലും അതിനുള്ളൊരു ശ്രമമാണ് പാകിസ്ഥാനും നടത്തുന്നത്. ആ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 വേൾഡ് കപ്പിൻ്റെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആവേശം കെടുത്തുകയില്ലേ സംഗതി ശരിക്കും? ഇത് പക്ഷെ 2 കേസായിട്ട് നമ്മൾ കാണണം. ബംഗ്ലാദേശിന്റെ നിർഭാഗ്യവശാൽ നടന്നൊരു സംഭവമാണ്, പാകിസ്ഥാന്റെ ശുദ്ധ തെമ്മാടിത്തരം. ഇത് രണ്ടും വേറെ വേറെ ഇതായിട്ട് കാണണം. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു തീരുമാനം എടുക്കണം, ഗവൺമെന്റിൽ നിന്ന് BCCIയിലേക്ക്, BCCI നിന്ന് IPLലേക്ക് ഇങ്ങനെ ഒരു ബംഗ്ലാദേശി കളിക്കാരനെ കളിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ മൂഡ് അതാണ്, അവരെ കളിപ്പിക്കാൻ പാടില്ല. അത് അവര് മോശമായിട്ട് എടുക്കണം. അവർക്ക് അവരുടെ നാഷണൽ പ്രൈഡിനെ ബാധിക്കണ ഒരു ഇതായിട്ട് അവര് കാണുന്നു. അതെ, മുസ്തഫിസുർ റഹ്മാന്റെ അവര് പറഞ്ഞ കാരണം സെക്യൂരിറ്റി ഞങ്ങൾക്ക് വേണ്ട പോലത്തെ സെക്യൂരിറ്റി ഞങ്ങളുടെ കളിക്കാർക്ക് കിട്ടുമോ, അവർക്ക് ത്രെറ്റ് ഉണ്ട്. ഇതൊന്നും ICCയുടെ ഇൻഡിപെൻഡന്റ് സെക്യൂരിറ്റി കോൺട്രാക്ടേഴ്സ് ആണ്, അല്ലാതെ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ല സെക്യൂരിറ്റി ചെക്ക് നടത്തണം. അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടീം ഇവിടെ വന്ന് എല്ലാ വെന്യൂസും എല്ലാ ഗ്രൗണ്ടും പോയി കണ്ട് എന്താണ് അവരുടെ ത്രെറ്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നോക്കിയിട്ട് അവർ തീരുമാനിക്കും. ഇപ്പൊ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനും പോയി കളിക്കില്ല എന്ന് പറഞ്ഞു. ആ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. നവംബർ 2024 തന്നെ ഇന്ത്യ ICCയോട് പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനും പോവില്ല, ഞങ്ങളുടെ റിസ്ക് അസസ്മെന്റ് അത് വളരെ ഹൈ റിസ്ക് ആയിരിക്കുന്ന പറയുന്നത്. അത് ICCയുടെ ടീമും അത് തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ കളിക്കാർ അവിടെ പോവാതിരിക്കുക നല്ലത്. അത്രയും വലിയ കോൺഫ്ലിക്റ്റ് നിൽക്കുകയായിരുന്നു. അതെ, ആ സമയത്ത് അത് കാരണം ഇന്ത്യയുടെ കളികള് ദുബായിലേക്ക് മാറ്റി. പക്ഷെ അതിന് 3 മാസം സമയം ഉണ്ടായിരുന്നു ഈ ഷെഡ്യൂൾ ആദ്യം മാറ്റി ഇന്ത്യയുടെ കളികൾ ദുബായിലേക്ക് ആക്കാൻ. ഇതിപ്പോ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ്. 1 മാസം മുമ്പ് ബ്രോഡ്കാസ്റ്റ് ക്രൂവിന്റെയും ടീമിന്റെയും കാര്യം പോട്ടെ, ഫാൻസ് വരെ, എല്ലാ ടീമിന്റെയും ഫാൻസ് വരെ ടിക്കറ്റും ഹോട്ടലും ഇതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ 4 മാച്ചാണ് മാറ്റേണ്ടത് ബംഗ്ലാദേശിന്. 4 മാച്ച് മാറ്റിയ മുഴുവൻ ഷെഡ്യൂൾ മാറ്റണ പോലെയാണ്. പിന്നെ അവരാവശ്യപ്പെട്ട വേറൊരു ഇത്, ഞങ്ങളെയും അയർലൻഡിനെയും മാറ്റി ഞങ്ങക്ക് അയർലൻഡിന്റെ ഗ്രൂപ്പിലും അയർലൻഡ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കും വന്നോട്ടെ. അതെങ്ങനെ ശരിയാവുക? ഐറിഷ് ഫാൻസ് ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും നല്ല ഫാൻസ്. ഞാൻ 2007 തൊട്ട് അവരെ കവർ ചെയ്തിട്ടില്ല. അവര് മാസങ്ങൾ മുമ്പ് ശ്രീലങ്കയിൽ അവരുടെ ഹോട്ടലും ഹോളിഡേ ഒക്കെ എത്രയോ പൈസ കൊടുത്ത് ബുക്കിംഗ് ഇതൊക്കെ കഴിഞ്ഞതാ. അപ്പൊ അവരെ പെട്ടെന്ന് തട്ടി മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ അതൊരു സാഹചര്യങ്ങൾ കാരണം വന്നൊരു തീരുമാനമാണ് ഈ ബംഗ്ലാദേശിനെ മാറ്റി സ്കോട്ട്ലൻഡിനെ കൊണ്ടുവരുന്നത്. ഈ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കമേഴ്സ്യൽ ഫോളോ ഔട്ട് വരാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ, അതായത് ഈ കളികളുടെ ഒക്കെ ഒരു പ്രധാന ഒരു റവന്യൂ എന്ന് പറയുന്നതും അതിന്റെ ഒരു ആവേശം എന്ന് പറയുന്നതും ഒക്കെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നതാണല്ലോ. അപ്പൊ അതിനകത്ത് ICCക്ക് ഒരു വലിയ നഷ്ടം വരാൻ പോവല്ലേ? ഈ നഷ്ടത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ പാകിസ്ഥാന്റെ നിലപാട് പറയാം. ഇത് ബംഗ്ലാദേശിന് ഇത് ആവശ്യപ്പെടാൻ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് തെറ്റോ ശരിയോ എന്നുള്ളതിലേക്ക് നമ്മളിപ്പോ ഇതില് പോണില്ല. പക്ഷെ പാകിസ്ഥാനിന് ഒരു കാരണവുമില്ല ഇത് ഈ കളി ബോയ്ക്കോട്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ അവരാവശ്യപ്പെട്ടതെല്ലാം ICC കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവിടെ പോയി കളിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2 ബോർഡും ഒരുമിച്ചിരുന്ന് ICCയുടെ കൂടെ ഇരുന്ന് തീരുമാനിച്ചു 2027 വരെയെങ്കിലും എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചും ന്യൂട്രൽ ഗ്രൗണ്ടിലായിരിക്കും കളിക്കുക. അതിനനുസരിച്ച് ആ ഷെഡ്യൂള് പാകിസ്ഥാന്റെ ഒറ്റ കളി ഇന്ത്യയിലില്ല. ഫൈനലിൽ എത്തിയാൽ പോലും അഹമ്മദാബാദിൽ കളിക്കേണ്ട ഫൈനലിൽ മാറ്റി കൊളംബോയിൽ കളിക്കും. അത്രയും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീലങ്കയിൽ എന്ത് സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ള ഒന്നുമില്ല. ത്രെറ്റ് പെർസെപ്ഷൻ 0 ആണ് കൊളംബോയിൽ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യ കളിക്കില്ല? വെറും ഈഗോ ആണോ? ഇതിപ്പോ 1960 രാജ് കപൂറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ജിസ് ദേശ് മേ ഗംഗാ ബഹത്തി. അതിലൊരു വരിയുണ്ട്, ബേഗാനി ഷാദി മേ അബ്ദുള്ള ദിവാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ്സും അല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ താല്പര്യം എടുക്കുക. അടുത്ത
അടുത്ത വീട്ടിൽ എന്ത് നടക്കണോ അല്ലെങ്കിൽ വേറെ ഏതോ കുടുംബത്തിൽ എന്ത് നടക്കും, ഇതിൽ പാകിസ്ഥാൻ എന്താ കണക്ഷനുള്ള ഒന്നുമില്ല. ഇത് പാകിസ്ഥാൻ ഇതിൽ ഹോസ്റ്റ് ആണോ അല്ല, പാകിസ്ഥാനിലാണോ കളി നടക്കണോ അല്ല, പാകിസ്ഥാനിലാണ് പ്രശ്നം എന്ന് ബംഗ്ലാദേശ് പറഞ്ഞോ ഇല്ല. ഇത് നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. പക്ഷെ നിങ്ങള് അതില് വിരലിടുന്നു. എന്തുകൊണ്ട്? ഒരു കാരണവുമില്ല. ഇതിലൊരു സെക്യൂരിറ്റി നാരറ്റീവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നാരറ്റീവും ഇത് തമ്മിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പാകിസ്ഥാന്റെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ നാരറ്റീവ് ആയിട്ടല്ലേ കാണേണ്ടത്? വെറും പൊളിറ്റിക്കൽ നാരറ്റീവ്. ഈ മോസിൻ നഖ്വിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഈ നോസ് മിത്തോളജിയിൽ ലോക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ലോക്കി നമ്മുടെ നാരദനെ പോലെ എല്ലാവരുടെയും നടന്ന് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതിൽ ആ കുത്തിത്തിരിപ്പിന്റെ കൂടെ ഒരു മീൻ സ്ട്രീക്കും കൂടി ഉണ്ട്. അതാണ് മോസിൻ നഖ്വി. ഇതിപ്പോ ഇയാൾക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനായിട്ട് ഒരു ബന്ധമില്ല ഈ വിഷയത്തിന്. പിന്നെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ICC. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിപ്പോ എങ്ങാനും ഈ കളി അവര് ബോയ്ക്കോട്ട് ചെയ്താണ്, ഇന്ത്യ പാകിസ്ഥാൻ കളി, പാകിസ്ഥാൻ ക്രിക്കറ്റിനെ കുഴിച്ചു മൂടും. അത് ഇന്ത്യ മാത്രല്ല, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച്. എന്നുവെച്ചാൽ അത്രയും വലിയ നഷ്ടം. നിങ്ങൾ നേരത്തെ നഷ്ടത്തിന്റെ കാര്യം ചോദിച്ചു. ഈ ICC ബ്രോഡ്കാസ്റ്റ് ഡീല് സാധാരണ 8 കൊല്ലത്തേക്ക് അത് എല്ലാ ടൂർണമെന്റ്സും ബണ്ടിൽ ചെയ്തിട്ടാണ്. അത് T20 ലോകകപ്പ്, 50 ഓവേഴ്സ്, സ്ത്രീകളുടെ ലോകകപ്പ്, Under-19 ഇതൊക്കെ ഒരുമിച്ച് ബണ്ടിൽ ചെയ്തിട്ട്. അപ്പൊ ഓരോ ടൂർണമെന്റിൽ നിന്ന് ഇത്ര $1 million കിട്ടും. ഇപ്പൊ ഈ T20 ലോകകപ്പില് ഏറ്റവും വലിയ മത്സരം എപ്പോഴും ഇന്ത്യ പാകിസ്ഥാനാണ്. അതുകൊണ്ട് ഈ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഡ്രോ എന്ന് പറയുന്നതിൽ ശരിക്കും ഒരു അർത്ഥമില്ല. എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അവര് വെക്കും. എന്താ വെച്ചാൽ അതില്ലാതെ ഈ ബ്രോഡ്കാസ്റ്റർ ഈ പൈസ തരുന്നില്ല. ഈ ഒരൊറ്റ മാച്ചിന് എനിക്ക് TV അറിയണ ഒരാളോട് ഇന്നലെ സംസാരിച്ചു. $38 million ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ ഈ ഒരൊറ്റ മാച്ചിന്. അപ്പൊ ഈ ആകെപ്പാടുള്ള ടൂർണമെന്റിന്റെ റവന്യൂവിന്റെ ഒരു ഏകദേശം 30% ഈ ഒരൊറ്റ മാച്ചാണ്. അപ്പൊ ഇതില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഈ അഡ്വർടൈസേഴ്സ് അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുക്കണം. ഈ നഷ്ടം ആരാ സഹിക്കേണ്ട? ബാക്കി 20 ടീമാണ് പങ്കെടുക്കണത്. ഈ 20 ടീമാണ് ഇത് സഹിക്കേണ്ടത്. അവർക്ക് കിട്ടണ പ്രോഫിറ്റ് ഷെയർ എന്നാണ് ഈ പൈസ തിരിച്ച് ജിയോ ഹോട്ട്സ്റ്റാറിന് കൊടുക്കണം. അവര് എഴുതിയിട്ടുള്ള കോൺട്രാക്ട് അനുസരിച്ച് ഈ മാച്ച് ഇല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ആയിട്ട് ഇത് തിരിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാ നാഷണൽ ബോർഡിനും ഇത് നഷ്ടാവും. അവര് സഹിക്കുന്നു തോന്നുന്നുണ്ടോ നമുക്ക്? ഇതൊരു ദീർഘദൂര ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ബോഡി ഡിവൈഡ് ചെയ്യപ്പെടുക, അതായത് ഒരു നോൺ അലൈൻഡ് ബോഡിയാണല്ലോ ഇത്. കാരണം അത്തരത്തിലുള്ള ഇന്ത്യയോട് കൂറ് അല്ലെങ്കിൽ പാകിസ്ഥാനോട് കൂറ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു നോൺ അലൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു അതിനകത്ത് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പം പാകിസ്ഥാൻ എടുക്കുന്ന പൊസിഷൻ പോലത്തെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംഗതി നഷ്ടപ്പെടില്ല ഇതിന്റെ? ഇല്ല, ഇത് നോൺ അലൈൻഡ് എന്നല്ല, എല്ലാവരുടെയും അലൈൻമെന്റ് പൈസയോടെ. പൈസ ഇല്ലാതെ ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ICCയുടെ പൈസ വീതിക്കേണ്ടത് ഓരോ കൊല്ലം 38% ഇന്ത്യക്ക് കിട്ടേണ്ടത്. പക്ഷെ ICCക്ക് കിട്ടണ പൈസയുടെ 80% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ 38% BCCIക്ക് കിട്ടേണ്ടത്. ബാക്കി ഓരോരുത്തർക്ക് 5, 6, 7 അങ്ങനെ വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അസോസിയേറ്റ് കൺട്രീസിന് വളരെ കുറവ്. ഇപ്പൊ ബംഗ്ലാദേശിനെ പോലത്തെ ഒരു ടീം, അവർക്ക് സാധാരണ ഒരു കൊല്ലം ഏകദേശം ഒരു $2.5 കോടി അവരുടെ ഭാഗമായിട്ട് കിട്ടുന്നത്. അത് പോയി കഴിഞ്ഞാൽ അവരുടെ ബഡ്ജറ്റ് ആകെപ്പാടെ പ്രശ്നമായി. ഈ പല രാജ്യങ്ങളിലും അവരുടെ ഈ ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ ഇതൊക്കെ വിമൻസ് പ്രോഗ്രാം, Under-19 ഇതൊക്കെ നടക്കുന്നത് ഈ ഫണ്ട്സ് വെച്ചിട്ടാണ്. ഈ $26 million എന്ന് പറഞ്ഞാൽ BCCIക്ക് അതൊരു വലിയൊരു തടാകത്തിലൊരു ബക്കറ്റ് വെള്ളം പോലെയാണ്. അവർക്കൊന്നും അല്ലാതെ. ബാക്കി ബോർഡ്സിന് അങ്ങനെയല്ല. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കും വരെ അത് വലിയൊരു പൈസയാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് കളിയില്ല. അവരുടെ ക്രിക്കറ്റ് സ്ട്രക്ചർ തന്നെ കൊലാപ്സ് ചെയ്യും, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പ്രത്യേകിച്ച്. അപ്പൊ ആരും ഇന്ത്യ എതിർക്കാൻ പോകുന്നില്ല.
ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ 2011 ഞങ്ങൾ ഇംഗ്ലണ്ടിലുള്ളപ്പോ ഞാൻ അവിടെ ECBയുടെ ഒരു ഒഫീഷ്യലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവർക്ക് ആ ഇന്ത്യ ടൂറിന് ഇത് 15 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന പ്രോഫിറ്റ് $15 million ആണ്, £15 million ആ ഒരൊറ്റ ഇന്ത്യ സീരീസ്. അതിന്റെ അടുത്ത കൊല്ലം ഞാൻ അന്വേഷിച്ചു, എനിക്ക് അറിയണ വേറെ പത്രപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ആ കൊല്ലം ടൂർ, ആ സമ്മർ ടൂർ ചെയ്ത്. അവരപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ടീമാണ്. ആ കൊല്ലം ECB $1 million നഷ്ടം അനൗൺസ് ചെയ്തു. അതാണ് ഒരു ഇന്ത്യ സീരീസും ഒരു നോൺ ഇന്ത്യ സീരീസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ബംഗ്ലാദേശിന് വരാൻ പോണ നഷ്ടം ഏകദേശം 600 million ടാക്കയാണ് വരാൻ പോണ. ഇതൊക്കെ അതിനൊരു പ്രധാന കാരണം ഒരു ഇന്ത്യ ടൂർ ഉണ്ടായിരുന്നു ഓഗസ്റ്റില്, ഇന്ത്യ അങ്ങോട്ട് പോയി മാച്ച് കളിക്കാൻ. ഇനിയിപ്പോ അത് നടക്കില്ല. അതില്ലെങ്കിൽ ഒരു 20 സ്പോൺസർമാരായിരുന്നു അതിന് ക്യൂ ചെയ്ത് നിൽക്കണ്ടായിരുന്നു ഇന്ത്യ സീരീസിന് സ്പോൺസർ ചെയ്യാൻ വേണ്ടി. ഇവരുടെ ഒന്നും പൈസ കിട്ടാൻ വേണ്ടി. അപ്പൊ അത് വൻ നഷ്ടമാണ്. ആകെപ്പാടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ഇപ്പൊ മുന്നോട്ട് പോണ കാര്യം തന്നെ സംശയമാണ് ശരിക്കും. ഇതിനകത്ത് ഒരു നടപടി എന്നുള്ള രീതിയിൽ ICCക്ക് എടുക്കാൻ പറ്റുന്ന, ഇപ്പം പാകിസ്ഥാനെതിരെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നടപടി എന്തായിരിക്കും? ഏറ്റവും വലിയ നടപടി അവർ ചെയ്യാൻ പോണ, ഈ എല്ലാ ടീംസും ഒരു ടൂർണമെന്റിന് മുമ്പ് ഒരു പാർട്ടിസിപ്പേഷൻ എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. അത് ലംഘിച്ചാൽ, ഇപ്പൊ ഒരു കളി കളിക്കാതിരിക്കാതെ അതാണല്ലോ ചെയ്യേണ്ടത്. അതിന് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ പണിഷ്മെന്റ് ആയിട്ട് ഇപ്പൊ പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും ഈ ബോർഡുകൾ ഇപ്പൊ നിലനിൽക്കേണ്ട അവരുടെ പ്രൈവറ്റ് ലീഗുകൾ കാരണമാണ്. ബംഗ്ലാദേശിന് അവരുടെ പ്രീമിയർ ലീഗ് ഉണ്ട്, പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ഉണ്ട്. സൂപ്പർ ലീഗ് ഇപ്പൊ 2 ടീമിനെ ചേർക്കും കൂടി ചെയ്തു, 6-8 ടീമായി. ഇപ്പൊ ഈ ലീഗുകൾ നിലനിൽക്കുന്നത് പുറമേ നിന്നുള്ള കളിക്കാർ കാരണം. അവരാണ് അതിന് ഗ്ലാമർ കൊടുക്കേണ്ടത്, അവിടുന്നാണ് അഡ്വർടൈസ്മെന്റും സ്പോൺസർഷിപ്പും കിട്ടുന്നത്. ICC നാളെ പറയും ഒരൊറ്റ ബോർഡും അവരുടെ കളിക്കാർക്ക് NOC കൊടുക്കരുത് ഇതിൽ പോയി കളിക്കാൻ. പിന്നെ ആ ലീഗിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ PSL ഇല്ല, BPL ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതാണ് ഈ എന്താ പറയാ, കരടി എങ്ങനെ ചെറിയൊരു കോല് വെച്ച് തോണ്ടാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ തിന്നൂന്ന് വരും. അതാണ് ഇപ്പൊ പാകിസ്ഥാൻ കളിക്കണ കളി.